നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഹൈന്ദവ വിശ്വാസപ്രകാരം ഒരു മനുഷ്യ ജീവിതത്തിലെ സകല ഗ്രാഹ്യങ്ങൾക്കും സകല ഗുണങ്ങൾക്കും കാരണകർത്താവായി വാഴുന്നത് സാക്ഷാൽ ലോകനാഥനായ ആദിനാരായണൻ മഹാവിഷ്ണു ഭഗവാനാണ്. സർവ സംരക്ഷണത്തിന്റെയും പ്രപഞ്ച നിയന്ത്രണത്തിന്റെയും സകല ഐശ്വര്യങ്ങളുടെയും ആധാരമായ നാരായണ ഭഗവാൻ ഏത് ആപദ്ഘട്ടത്തിലും നമ്മൾ മനസ്സറിഞ്ഞു വിളിച്ചാൽ ഓടിയെത്തി സംരക്ഷിക്കുന്ന കരുണാസാഗരൻ കൂടിയാണ്. നമ്മുടെ ജീവിതത്തിലെ സകല ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറയണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് വിഷ്ണുപ്രീതിയാണ്, അല്ലെ? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നല്ല കാലം ആരംഭിച്ചു എന്ന് പറയുന്നതിന് തുല്യമാണ് ഭഗവാൻ വിഷ്ണു ഗുരുവായൂരപ്പൻ പ്രസാദിച്ചു എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം നമ്മളിൽ വന്നു ചേർന്നിട്ടുണ്ടെന്ന് ഭൂമി തന്നെ കാണിച്ചു തരുന്ന 7 മഹത്തായ ലക്ഷണങ്ങളെ കുറിച്ചാണ്. ഈ 7 ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാലം ആരംഭിക്കാൻ പോകുന്നു എന്നതിൻ്റെ ദിവ്യ സൂചന തന്നെയാണ്. ഈ ലക്ഷണങ്ങളെല്ലാം ശ്രദ്ധയോടെ കേൾക്കുക. കേട്ട ശേഷം ഇതിൽ ഏതൊക്കെ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ടുണ്ട് എന്ന് കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താൻ മറക്കരുത്. എത്ര ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നുവോ അത്രയും ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അടുക്കുന്നുവെന്നാണ് വിശ്വാസം. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് ആ ലക്ഷണങ്ങൾ എന്നുള്ളതിനെ കുറിച്ച് പറയാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഏറ്റവും ആദ്യം തന്നെ കാണുന്ന ലക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഗാഢനിദ്രയിലായിരിക്കുമ്പോൾ ഓടക്കുഴൽ നാദം കേട്ടി ഞെട്ടി ഉണരുക എന്നത്. അത് അർദ്ധരാത്രിയിലോ പകലുറക്കത്തിലോ ഉണ്ടായേക്കാം. ആ സംഗീതം അതീവ മധുരമായിരിക്കും. എന്നാൽ നിങ്ങൾ ഉണരുമ്പോഴേക്കും അത് നിലച്ചു പോയിരിക്കും. അത്തരമൊരു അനുഭവം ഒരു തവണ അല്ലെങ്കിൽ പലതവണ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഭഗവത് സാന്നിധ്യത്തിന്റെ അതീവ ശുഭകരമായ ലക്ഷണമാണെന്നാണ് കരുതപ്പെടുന്നത്. ഇനി അടുത്ത ലക്ഷണം, രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് സ്വപ്ന ദർശനമാണ്. നിങ്ങൾ ഗാഢനിദ്രയിലായിരിക്കുമ്പോൾ സ്വപ്നത്തില് മഹാവിഷ്ണു ഭഗവാനെയോ ഭഗവാന്റെ അവതാരങ്ങളെയോ അല്ലെങ്കിൽ ഭഗവാന്റെ വാഹനമായ ഗരുഡനെയോ കാണുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ മഹാഭാഗ്യം എത്തിപ്പെടാനിരിക്കുന്നതിൻ്റെ സൂചന തന്നെയാണ്. ഭഗവാന്റെ ഏത് രൂപം സ്വപ്നത്തിൽ കണ്ടാലും അതീവ ശുഭകരമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ക്ഷേത്രനടയിൽ നിൽക്കുന്നതോ ദീപാരാധന കാണുന്നതോ സ്വപ്നത്തിൽ അനുഭവപ്പെടുകയാണെങ്കിൽ അത് ജീവിതരക്ഷയുടെ സൂചനയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി അടുത്തതായിട്ട് മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഇത് വളരെ അപൂർവമായിട്ട് മാത്രം കാണപ്പെടുന്ന ഒരു ലക്ഷണമാണ്. ഒരു കുടുംബം മുഴുവൻ രക്ഷപ്പെടാൻ പോകുന്നതിൻ്റെ മഹത്തായ സൂചനയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഈ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ തുളസിച്ചെടികൾ അതിവിശേഷമായിട്ട് വളരുക എന്നതാണ്. പൂത്തുലയുക, ഒരു വനമെന്ന പോലെ നിറഞ്ഞു നിൽക്കുക എന്നതാണ്. തുളസീദേവിയുടെ സാന്നിധ്യം നിറഞ്ഞ വീടുകളിൽ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹവും വേഗത്തിൽ വന്നു ചേരും എന്നതാണ് വിശ്വാസം. അത്തരമൊരു വീട് എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യം നിറഞ്ഞ ഭവനമായിട്ടാണ് മാറുന്നത്. കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും സന്തോഷവും നിറയാനുള്ള തുടക്കമായിട്ട് ഇതിനെ കണക്കാക്കാം. ചില വീടുകളിൽ വീടുകളിൽ നമ്മൾ തുളസിച്ചെടി വയ്ക്കാറുണ്ട്. എന്നിരുന്നാലും തുളസി എല്ലാ മണ്ണിലും വളരില്ല, എല്ലാ വീട്ടിലും വളരില്ല. ചിലപ്പോഴൊക്കെ അപകട സൂചന എന്നോണം തുളസി വാടിക്കരിഞ്ഞു പോകാറൊക്കെയുണ്ട്. അങ്ങനെയുള്ള സൂചനയൊക്കെ ഭഗവാൻ തന്നെ നമുക്ക് കാട്ടിത്തരാറുണ്ട്. എന്നാൽ ചില വീടുകളിൽ ഒരുപാട് തുളസിച്ചെടി നമ്മൾ നട്ടു വളർത്താതെ തന്നെ താനെ കിളിർത്തു വരുന്നതൊക്കെ നമുക്ക് കാണാം. ഏറ്റവും ശുഭകരമായിട്ടുള്ള മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം സിദ്ധിച്ച വീടുകളിൽ മാത്രം കാണുന്ന ലക്ഷണങ്ങളിൽ ഒന്നാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീടിന്റെ മുറ്റത്തോ പരിസരങ്ങളിലോ നിങ്ങൾ നട്ടിട്ടില്ലാത്തതുപോലും ഒരുപാട് തുളസിച്ചെടികൾ മുളച്ചു പൊന്തി വരുന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ കൃപ വർദ്ധിച്ചതിന്റെ സൂചന തന്നെയാണ്. അതിന്റെ അർത്ഥം ഇനിയുള്ള നാളുകളിൽ നിങ്ങളുടെ ജീവിതം വച്ചടി ഉയരങ്ങളിലേക്ക് കുതിച്ചുയരാൻ പോകുന്നു എന്നതാണ്. ഇത്തരത്തിൽ വളരുന്ന തുളസിച്ചെടികൾ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലോ ഭഗവാന്റെ അവതാര ക്ഷേത്രങ്ങളിലോ സമർപ്പിക്കുന്നത് അതീവ ശുഭകരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. തുളസി ദേവിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷവും വർദ്ധിക്കുമെന്നാണ് വിശ്വാസം. കൂടാതെ ഇത്തരത്തിലുള്ള തുളസിച്ചെടികൾ വീടുകളിൽ വളരുന്നുണ്ടെങ്കിൽ അവയെ ദിവസേന സ്നേഹത്തോടെയും ഭക്തിയോടെയും പരിപാലിക്കേണ്ടതും അനിവാര്യമാണ്.
കാരണം നിങ്ങളുടെ സൗഭാഗ്യങ്ങളാണ് ആ തുളസിയായി മുളച്ച് പൊന്തിയിരിക്കുന്നത് എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ചില ഘട്ടങ്ങളിൽ നമ്മുടെ വീട്ടിൽ പല സ്ഥലങ്ങളിലും തുളസി ഇങ്ങനെ മുളച്ചു പൊന്താറുണ്ട്. അപ്പോൾ നമ്മൾ നട്ടതല്ലാത്തത് കൊണ്ട് തന്നെ പലരും അതിനെ അത്ര ശ്രദ്ധിക്കാറില്ല. എന്നാൽ വേസ്റ്റ് വെള്ളം വരുന്ന സ്ഥലത്തോ അങ്ങനെ വൃത്തിഹീനമായിട്ട് കിടക്കുന്ന സ്ഥലത്തോ തുളസി ചെടി കാണുകയാണെങ്കിൽ, തുളസി തൈ കാണുകയാണെങ്കിൽ നിർബന്ധമായിട്ടും അത് മാറ്റി നടാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങളിലേക്ക് വരുന്ന ആ സൗഭാഗ്യത്തെ ഇല്ലാതാക്കാൻ അത് കാരണമായി തീരും. ഇനി അടുത്ത ലക്ഷണം എന്ന് പറയുന്നത്, നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തി പ്രദക്ഷിണം വയ്ക്കുന്ന സമയത്തോ അല്ലാത്ത സമയത്തോ നിങ്ങളുടെ ദേഹത്ത് ആലില പൊഴിഞ്ഞു വീഴുകയാണെങ്കിൽ അതും അതീവ ശുഭകരമായ ലക്ഷണമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇങ്ങനെ ആലില ദേഹത്ത് വീഴുന്നത് ഐശ്വര്യത്തിന്റെ നിമിത്തമാണ്. വളരെ അപൂർവമായിട്ട് മാത്രം ലഭിക്കുന്ന ഈ അനുഭവം സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം നിറഞ്ഞവർക്കാണ് ലഭിക്കാറുള്ളത്. ഇത്തരമൊരു സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു എന്നതിൻ്റെ സൂചനയായിട്ട് നമുക്കതിനെ കണക്കാക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാലം ആരംഭിക്കാനിരിക്കുന്നതിൻ്റെ ദിവ്യ സന്ദേശം കൂടിയാണത്. ഇനി അടുത്ത ലക്ഷണം എന്ന് പറയുന്നത്, വീടുകളിൽ കാട് പോലെ തെച്ചിപ്പൂക്കൾ പൂത്തുലയുക എന്നതാണ്. ഇതും ഏറ്റവും ശുഭകരമായിട്ടുള്ള ഒരു ലക്ഷണമാണ്. ഒരു വീട്ടിൽ തെച്ചിച്ചെടികൾ അത്യധികമായിട്ട് വളർന്ന് നിറയെ പൂക്കൾ വിരിയുന്നത് ആ വീട്ടിൽ ദൈവിക ശക്തി വർദ്ധിച്ചിരിക്കുന്നതിൻ്റെ സൂചനയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട പുഷ്പങ്ങളിലൊന്നാണ് തെച്ചിപ്പൂവ്. അതുകൊണ്ട് തന്നെ ഈ പൂക്കള് ധാരാളമായിട്ട് വിരിഞ്ഞു നിൽക്കുന്ന വീടുകളിൽ ദൈവിക ശക്തി വർദ്ധിച്ചിരിക്കുന്നു എന്നതാണ് വിശ്വാസം. ഇത്തരത്തില് തെച്ചിപ്പൂക്കൾ കാട് പോലെ പൂത്തുലിയുന്നത് ആ വീട്ടിലേക്ക് നല്ല കാലം കടന്നു വരുന്നതിൻ്റെ അതീവ ശുഭകരമായ സൂചനയായിട്ട് കണക്കാക്കാം. കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷവും വർദ്ധിക്കാനിരിക്കുന്നതിൻ്റെ ദിവ്യ സന്ദേശം തന്നെയാണിത്. ഇനി അടുത്ത ലക്ഷണം എന്ന് പറയുന്നത്, നിങ്ങൾ ഭഗവാനെ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത്, അത് സന്ധ്യാസമയത്ത് വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുമ്പോഴായാലും ഉറങ്ങുന്നതിന് മുൻപ് നാമജപം ചെയ്യുമ്പോഴായാലും അല്ലെങ്കിൽ ഏത് സമയത്തായാലും പെട്ടെന്ന് കളഭത്തിന്റെ അതീവ മനോഹരമായിട്ടുള്ള സുഗന്ധം അനുഭവപ്പെടുക എന്നതാണ്. ഇത്തരമൊരു അനുഭവം പലർക്കും ഉണ്ടായിട്ടുള്ളതാണ്. ഒരുപാട് പേർക്ക് ഇത് അതിശയകരമായ ഒരു അനുഭവമായി തോന്നാറുണ്ട്. എന്നാൽ ഇത് ഭയപ്പെടേണ്ട കാര്യമല്ല. ഈ കളഭ സുഗന്ധം ഭഗവാന്റെ സാന്നിധ്യത്തിന്റെ അടയാളമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങൾ എല്ലാം മംഗളകരമായി തീർക്കുവാൻ അനുഗ്രഹം ചൊരിയുന്നു എന്നതിൻ്റെ ലക്ഷണം കൂടിയാണിത്. ഇത് അനുഭവപ്പെടുന്നവർ അതീവ ഭാഗ്യശാലികളാണ് എന്നതാണ് വിശ്വാസം. ഇനി അവസാന ലക്ഷണം എന്ന് പറയുന്നത് ഉപ്പൻ അഥവാ ചെമ്പോത്ത് എന്ന പക്ഷിയുടെ സാന്നിധ്യമാണ്. ഇതും അതീവ ശുഭകരമായ ലക്ഷണം തന്നെയാണ്. നിങ്ങളുടെ വീടിന്റെ പരിസരത്തോ വീടിന് മുകളിലോ ഉപ്പൻ വലം വയ്ക്കുന്നത് കാണുകയാണെങ്കിൽ അത് സർവ്വ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിൻ്റെ സൂചനയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഉപ്പൻ എന്ന പക്ഷിക്ക് നമ്മുടെ വിശ്വാസങ്ങളിൽ വളരെ പ്രത്യേകമായിട്ടുള്ള സ്ഥാനമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പക്ഷിയുടെ സാന്നിധ്യം മഹാഭാഗ്യത്തിന്റെ അടയാളമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. എല്ലാവരുടെയും വീടുകളിലേക്ക് ഈ പക്ഷി വരണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു അനുഭവം ലഭിക്കുന്നവർ അതീവ ഭാഗ്യവാന്മാരാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ പക്ഷി വീടിന്റെ ചുറ്റും വലം വയ്ക്കുകയോ സ്ഥിരമായി കാണപ്പെടുകയോ ചെയ്യുന്നുവെങ്കിൽ ആ വീട് രക്ഷപ്പെടാൻ പോകുന്നു. ആ കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും ഉയർച്ചയും വന്നു ചേരും എന്നതാണ് വിശ്വാസം. ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ എത്രത്തോളം നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഓരോ ലക്ഷണവും ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.